പീനട്ട് ബട്ടറാണ്. ഇത് ഞങ്ങളുടെ വലിയൊരു സപ്പോർട്ടന്മാരായിരുന്നു. നല്ല ഉയർത്തി പോയിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ല, കണ്ടമാനം പൊടിച്ചു വന്നിരിക്കുന്നുണ്ടല്ലേ. ഇതുപോലെ നമ്മൾ വലിയ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിക്കായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് അത് കഴിഞ്ഞ് മേലേക്ക് പോകാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും, പക്ഷികൾക്കും കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ആദ്യം നമുക്ക് കിട്ടിയിരുന്നില്ല, പക്ഷികൾക്ക് മാത്രം കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്കും കിട്ടാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിലൊക്കെ നന്നായിട്ട് നല്ല വലുപ്പമുള്ള നല്ല മധുരമുള്ള സപ്പോർട്ട് ഉണ്ടാകുന്നൊരു മരമായിരുന്നത്. അപ്പോൾ അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്കും കൂടി കിട്ടുള്ളൂ. ഇതുണ്ടല്ലേ ഈ പ്ലാവ്, ഇത് ആ മരമൊക്കെ മുറിക്കുമ്പോൾ കംപ്ലീറ്റ് പോയതായിരുന്നു. കണ്ടില്ല, ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലേ. ഇത് മുളച്ച് വന്നിരിക്കുന്നു താഴ്ന്ന് തന്നെ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ആ മലബാർ ചെസ്റ്റ്നട്ട് ഉണ്ടല്ലേ, മൊത്തം കടടക്കം നമ്മൾ കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് പൊടിച്ച് വന്നിരിക്കുന്നുണ്ടല്ലേ. നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. ഇനി അധികം മേലേക്ക് പോകാതെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് കാണാനും ഭംഗിയാണ്, അത് പറിച്ച് കഴിക്കാനും എളുപ്പമാണ്. ഇത് നെല്ലിമരം കണ്ടില്ലേ, നെല്ലൊക്കെ വലുതായിട്ട് മേലേക്ക് പോകുന്നൊരവസ്ഥയിലിരുന്ന, അധികം മേലേക്ക് പോയിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുക, എല്ലാം കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഉണ്ടായിട്ട് വരികയും ചെയ്യും, നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. അതുപോലെ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവിടെയാണ് ഒരു വാട്ടർഫാൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ വെള്ളം ഒഴുകി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ ലില്ലി. ഇതിൽ ചക്കൊക്കെ കഴിയാറായി, ഇനി കുറച്ചുകൂടി ചക്കകളുണ്ടോ. ഇതുണ്ടല്ലേ, നിരനിരായ ചക്കകളുണ്ടാകുന്നത്. ഇതൊന്നും മേലക്ക് വിടുന്നില്ല, നമ്മൾ ചെരിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ പറിക്കാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇത് നിൽക്കും. ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ആദ്യം വെച്ച ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ടില്ലേ, അബിയും പ്ലമ്മ്, ഇതൊക്കെ വെച്ചതിൻ്റെ അകലം കണ്ടാവും. ഇതൊക്കെ നോക്കിയാൽ ഉണ്ട്, ഒരടി ഗ്യാപ്പിലാണ് ഇതൊക്കെ. ഇത് വെള്ളഞ്ഞാവലാണ്, ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരടി ഗ്യാപ്പിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് പലരും ധാരണ. അടുത്തടുത്ത് വെച്ചാൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിന് വേണ്ട സൂര്യപ്രകാശം വേണം, വളം വേണം. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിലൊക്കെ അബിയു കണ്ടമാനം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ റംബുട്ടാനും ഉണ്ടാവുന്നുണ്ട്. വെള്ളഞ്ഞാവലൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടാവും. വെള്ളഞ്ഞാവലൊന്ന് വെച്ചോളൂ, അത് നല്ലതാണ്. അതുപോലെ അനാറ്, ആത്ത, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ കണ്ട ഒറ്റ അടി ഗ്യാപ്പിൽ വെച്ചിട്ടുള്ളതാണ്. അത് മതിലിനോട് ചേർത്ത് വെക്കാൻ പാടില്ലാന്നാണ് പലരും. മതിലിനോട് ചേർത്ത് ഒരടി ഗ്യാപ്പിൽ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ കിട്ടാൻ കാരണം അവിടെ നിന്ന് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അടുത്തടുത്ത് വെച്ചാലും പൂർണ്ണമായിട്ട് ഇവർക്ക് വെയിൽ ഭംഗിയായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഇതിൽ കായകളുണ്ടാവുന്നതും. അതുപോലെ വളം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. വളവും വെയിലുണ്ടായും വെള്ളവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സാധനവും കായ്ക്കും. അടുത്ത് വെച്ചാലും അകലെ വെച്ചാലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇനി അടുത്ത് വെച്ചെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, സംഗതി ഇഷ്ടം പോലെ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെയാണ് നമ്മുടെ അക്വാപോണിക്സ് ഉള്ളത്. ഇതിൽ ഗൗരാമി, കരിമീൻ, തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങളാണ് വളർത്തുന്നത്. ഇതിൽ നമ്മൾ ആ കുരുപാവിയ ഇതുണ്ടില്ലേ, പയറ് ഒക്കെ വലുതായി വന്നിരിക്കുന്നുണ്ടല്ലേ. മുളകും തക്കാളിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്, ഭംഗിയായിട്ട് വന്നു.